ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 300 ദീനാറ് കൊടുത്താണ്ട് ഒന്ന് വാങ്ങിയല്ലോ ഒരു ബലിക്കർമ്മത്തിന് വേണ്ടിയിട്ട്. ഇങ്ങോട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നാണ്ട് ചോദിക്കുകയാണ്, ഞാൻ അതിനാണ് വിറ്റ്. 300 ദീനാറ് എനിക്ക് മനസ്സിലായ പൊന്നാണ്, പവനാണ്. അത് ഭയങ്കര വില ഉണ്ടാവില്ല, നല്ല ഉഷാറില്ല, തടിച്ച് കൊഴുത്ത് നല്ല വസ്ഫത്തിന് കിലോൻ്റെ ഇറച്ചിൻ്റെ വിലയല്ല കൂട്ടുക, ഭയങ്കരമായ വിലയായിരിക്കും. അപ്പോൾ അതങ്ങോട്ട് വിറ്റാണ്ട് തെറ്റില്ലാത്ത കുറേ കന്ന് വാങ്ങി വേറെ അറുത്താലോ, എന്നാൽ ഇറച്ചി കുറേ ആക്കി കൊടുക്കാമല്ലോ. തങ്ങൾ പറഞ്ഞില്ല, അങ്ങനെ വേണ്ട, ഇൻഹർഹ അയ്യ, അതിനെ തന്നെ അർത്ഥം മതി. ഉദയത്തിലും ഹക്കീകത്തിലൊക്കെ അതാണ് നല്ല ചൊറുക്കുള്ളത്. ഇറച്ചി കൂടുതലുള്ളതല്ല ഉന്നം, നല്ല ചൊറുക്കിനാണ് അവിടെ വില. ചൊറുക്ക് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയാണ് വേറെ ഹദീസിൽ പറഞ്ഞ്, 2 കറുത്തതിൻ്റെ രക്തത്തെക്കാൾ ഒരു വെളുത്തതിൻ്റെ രക്തമാണ് എനിക്കിഷ്ടം. ഒരു വെളുത്തതിന് അറക്കലാണ്, 2 കറുത്തതിനെ വെളുത്തതിന് കൂടുതൽ അഫലുണ്ട്. ഉദയത്തിൻ്റെ കന്നുകൾ, ഹക്കീകത്തിൻ്റെ കന്നുകൾ, ഈ ബലി മൃഗങ്ങളുടെ കന്നുകളിൽ മുൻഗണനാക്രമങ്ങളുണ്ട്. അത് കളറിനൊക്കെ ഒരു പ്രസക്തി ഉണ്ട്. കളർ ഏറ്റവും ഇഷ്ടം ഏതാണ്, അഫ്ളൽ ഏതാണ്? വെള്ളയാണ്, കറുത്തതല്ല. പിന്നെ ചുവപ്പ്, തവിട്ട് നിറം, അങ്ങനെയാണ് പോകുന്നത്. കറുപ്പൊക്കെ ലാസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാവും ലഹാബി കബ്ഷൈനി അംലഹൈനി അക്രനൈനി, നല്ല തടിച്ച് കൊഴുത്ത നല്ല കൊമ്പ കളറുണ്ട് കൊറ്റന്മാരർത്തു. മുറിച്ചെവി പറ്റൂല, മുടന്തുള്ളത് പറ്റൂല, അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നബി തങ്ങൾ നിരോധിച്ചു നുദഹിയ ബി ആലബിൽ കർണി വല്ലുദിനി, കുറ്റിച്ചെവി ഉണ്ടല്ലോ, മുറി ചെവിയൊക്കെ മുറിഞ്ഞു പോയത്, അതിനെ കറക്കലിനെ നബി നിരോധിച്ചിട്ടുണ്ട്. കൊമ്പ് മുറിഞ്ഞെന്ന് പറഞ്ഞാൽ കൊമ്പിന് കുഴപ്പമില്ല, കൊമ്പ് പറ്റും, ചെവി മുറിഞ്ഞത് പറ്റൂല, അത് ചെയ്താൽ ശരിയാവില്ല. കൊമ്പ് മുറിഞ്ഞതും കൊമ്പില്ലാത്തതൊക്കെ ചെയ്താലും ശരിയാവും. അഫ്ളലും ഒക്കെ എതിരാണെന്നുള്ളതാണ്. എന്താ ചെവിയും കൊമ്പിട്ട് എന്താ മാറ്റം? കൊമ്പ് തിന്നണ ഇറച്ചിയല്ലല്ലോ, ചെവി തിന്നണതാണ്. നമ്മൾ തിന്നലുണ്ടല്ലോ, എനിക്കറിയില്ല, തിന്നണോ തിന്നും. യൂട്യൂബിലൊക്കെ ഓരോരുത്തർ ചുട്ട് തിന്നണ ചെവി കടക്കാണ് ചുട്ട് തിന്നണതാണ്. എന്താ പല്ലല്ലാത്തൊക്കെ തിന്നണ ചെവിയും ആ തോലൊക്കെ തിന്നൂലേ, ആ രോമയുടെ ഇവയൊക്കെ ഉണ്ട്. തോലടക്കല്ല തിന്നണത്, തോലൊക്കെ തിന്നുന്നുണ്ട്. തോലൊക്കെ പിന്നെ തോലിനൊക്കെ എന്തെങ്കിലും പറ്റിയൊന്നും ഉദയത്തരത്ത് ശരിയാവില്ല. ഇറച്ചിനെ ബാധിക്കണമൊന്നും ശരിയാവില്ല. അത് സിഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അഫ്ളൽ നല്ല ചൊറുക്കുള്ളതും തടിച്ചു കൊഴുത്തതുമാണ്. അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല തെക്കുവെള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കാര്യമായിട്ട് ഹക്കീകത്തിനാണ് നല്ല ഉഷാറാക്കൽ, അത്ര തന്നെ ഉദയത്ത് നമുക്ക് ഉഷാറാക്കലില്ല അല്ലേ. അവിടെ എന്തോ ഒരു തെക്കുവിൻ്റെ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മനസ്സിലായില്ലേ? ആനക്കുട്ടി പോലത്തേനൊക്കെ ഹക്കീകത്തിന് കൊണ്ടുപോകുമല്ലോ, ഉദയത്തിൽ ചിലപ്പോൾ ഒരു ഓരിയൊക്കെ കൂടുള്ളൂ. ഏലൊരു ഓരിയൊക്കെ കൂടിയിട്ട് ആ കർമ്മം നട കഴിച്ച് നോക്കും. നല്ലതാണ്, നല്ല എന്താ ഉദയത്ത് ഹക്കീകത്തിനേക്കാൾ താഴെയാണോ? അപ്പോൾ ആ ഹക്കീകത്തും കൂടി ശരിയാണെങ്കിൽ ഉദയത്തും ശരിയാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തെക്കുവിൻ്റെ ഒരു ടച്ച് അതിലുണ്ടെങ്കിൽ ആ ഹക്കീകത്തിന് കാണിച്ച അതേ ആവേശം ഇരുമാണം.